ഇവിടെ 3 പേര് പിരമിഡിലേക്ക് ഒരു രാജാവിനെ കാണാൻ പോവാണ്. അപ്പൊ അവരുടെ കൂടെ വരുന്ന ദാഷി പറഞ്ഞു അവരിപ്പോ കടന്നു പോകുന്ന കാലം വളരെ മോശമായ കാലമാണെന്ന്. ഇത് കേട്ട ലേഡി ചോദിച്ചു എന്ന് വെച്ചാൽ എന്താ? സംഭവം ഒരു പുതിയ കാലത്തിന് തുടക്കമാകുമ്പോ അവര് കാണാൻ പോകുന്ന ആ രാജാവ് ആ കാലത്തിന്റെ സൂര്യന്റെ ചലനത്തെ പറ്റി പലരുമായി കൂടിയാലോചിച്ച് കൺട്രോൾ ചെയ്യും. പക്ഷെ രാജാവിന് എങ്ങാനും പിഴവ് പറ്റിക്കഴിഞ്ഞാല് ആ ഇറ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നശിക്കും. അങ്ങനെ ഇത് കേട്ട ലേഡി ഞെട്ടിയിട്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചതും അവര് നിൽക്കുന്ന മഞ്ഞാൽ മൂടപ്പെട്ട ആ ഇറയിലേക്ക് പെട്ടെന്ന് സൂര്യൻ ഉദിച്ചു വരാൻ തുടങ്ങി. ഉടനെ ദാഷി അവരോട് ഓടാൻ പറയാണ്. അങ്ങനെ അവർ ഓടി അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയുടെ അടിയിൽ കയറി മറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉടനെ ദാഷി ആ കൊച്ചു പെൺകുട്ടിയെ പിടിച്ച് പൊള്ളുന്ന വെയിലേക്ക് തള്ളിയിടുന്നു. കാരണം ആ ലേഡിക്കും അയാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്നത്ര സ്പേസേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉടനെ ദാഷി പറഞ്ഞത് കേട്ട പെൺകുട്ടി വെയിലത്തിറങ്ങി ഡ്രസ് ഊരി മാറ്റി തറയിലേക്ക് കിടക്കുന്നു. നോക്കുമ്പോൾ പെൺകുട്ടിയുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആയി എല്ലൊക്കെ ഉരുകി ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഒരു തുണി പോലെ ആയി മാറുന്നു. ഇത് കണ്ട ആ ലേഡി ഞെട്ടാണ്. ഉടനെ ദാഷി വന്ന് മാറ്റ് മടക്കി എടുക്കും പോലെ അവളെ മടക്കിയെടുത്ത് ആ ലേഡിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ ലേഡി കുഞ്ഞു മരിച്ചു എന്ന് ദാഷിയോട് ചോദിച്ചതും ഉടനെ ദാഷി പറഞ്ഞു മരിച്ചിട്ടില്ല. അൺസ്റ്റേബിൾ ഇറ വരുമ്പോ മനുഷ്യരെ അവരെ ഇതുപോലെ ഉണക്കി സൂക്ഷിക്കാറുണ്ട്. എന്നിട്ട് സ്റ്റേബിൾ ഇറ വരുമ്പോ അവരെ പഴയതുപോലെ ആക്കും. അങ്ങനെ സ്റ്റേബിൾ ഇറ വന്നതും ആ ലേഡി പെൺകുട്ടിയെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു. നോക്കുമ്പോ ഉണക്കം മുതൽ നമ്മൾ കുതിർത്തെടുക്കും പോലെ ആ പെൺകുട്ടി വെള്ളത്തിൽ കുതിർന്ന് പഴയതുപോലെ ആയി തിരിച്ചു വരും.